നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒടുവിൽ ആശ്വാസം. പമ്പിംഗ് ആരംഭിച്ചതായി മേയർ ആര്യ രാജേന്ദ്രൻ. 4 ദിവസത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി തിരുവനന്തപുരത്ത് പമ്പിംഗ് ആരംഭിച്ചതായി മേയർ. പമ്പിംഗ് തുടങ്ങിയതോടെ നഗരത്തിൽ ഉടൻ കുടിവെള്ളമെത്തും. 1.5 മണിക്കൂർ കൊണ്ട് താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളമെത്തുമെന്നും 3 മണിക്കൂർ കൊണ്ട് എല്ലായിടങ്ങളിലും കുടിവെള്ളമെത്തുമെന്നും മേയർ അറിയിച്ചു. വാട്ടർ അതോറിറ്റി പ്രതീക്ഷിച്ച സമയത്ത് പണി പൂർത്തിയാക്കാനായില്ല. പ്രശ്നം പരിഹരിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിന്നുവെന്നും മേയർ പറഞ്ഞു. ഇത്തരം വലിയ പ്രവൃത്തികൾ നടത്തുമ്പോൾ നഗരസഭയെ അറിയിക്കണമെന്ന് ജല അതോറിറ്റിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണോ എന്നത് സർക്കാർ തീരുമാനിക്കണമെന്നും മേയർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബൈക്കും ബൊലേറോയും കൂട്ടിയിടിച്ച് അപകടം. സുഹൃത്തുക്കളായ വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. പാലക്കാട് എടത്തനാട്ടുകരയിൽ ബൈക്കും ബൊലേറോയും കൂട്ടിയിടിച്ച് 2 വിദ്യാർത്ഥികൾ മരിച്ചു. എടത്തനാട്ടുകര പടിക്കപ്പാടം വടക്കേ പീടിക അക്ബറിന്റെ മകൻ ഫഗദ്, ആഞ്ഞിലങ്ങാടി സ്വദേശി പുലേക്കളത്തിൽ ഉമ്മറിന്റെ മകൻ അർഷിൽ എന്നിവരാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 6 മണിയോടെ എടത്തനാട്ടുകര വട്ടമണപ്പുറത്ത് വെച്ച് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്കും ബൊലേറോയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. റംബുട്ടാൻ കുരു തൊണ്ടയിൽ കുരുങ്ങി 6 വയസ്സുകാരി മരിച്ചു. പെരുമ്പാവൂർ സ്വദേശി മൻസൂറിന്റെ മകൾ നൂറ ഫാത്തിമയാണ് മരിച്ചത്. കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. കണ്ടന്തറ ഹിദായത്തുൽ ഇസ്ലാം സ്കൂളിലെ UKG വിദ്യാർത്ഥിനിയാണ് നൂറ. 14 ക്രിമിനൽ കേസ്. അടിപിടിക്കിടെ യുവാവിന്റെ ജനനേന്ദ്രിയം കടിച്ചുമുറിച്ചു. യുവാവ് കരുതൽ തടങ്കലിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മരണ സുബിൻ എന്ന സുബിൻ അലക്സാണ്ടറെ തിരുവല്ല പോലീസ് 6 മാസത്തേക്ക് കരുതൽ തടങ്കലിലാക്കി. കാപ്പ പ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി. കഴിഞ്ഞ മാസം ബാറിൽ അടിപിടി ഉണ്ടാക്കി യുവാവിന്റെ ജനനേന്ദ്രിയം കടിച്ചുമുറിച്ച കേസിൽ പിടിയിലായ ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോവുകയായിരുന്നു. 2018 മുതൽ തിരുവല്ല, കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനുകളിലായി 14 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കേരള യൂണിവേഴ്സിറ്റി നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. ഓണപരീക്ഷകളും മാറ്റി. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പരീക്ഷ നടത്തുന്ന തീയതി പിന്നീട് അറിയിക്കും. കഴിഞ്ഞ 4 ദിവസങ്ങളായി നഗരത്തിൽ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായി തുടരുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധിയും പ്രഖ്യാപിച്ചിരുന്നു. ഈ സ്കൂളുകളിലെ നാളത്തെ ഓണപരീക്ഷകളും മാറ്റിവെച്ചിരിക്കുകയാണ്.